Friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നോവോട്ടൽ ഉള്ള കൊച്ചിയിലെ നോവോട്ടലാണ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു ബിസിനസ് പർപ്പസ് നമ്മൾ ആക്ച്വലി വന്നതാണ് ഇവിടെ. ആക്ച്വലി നോവോട്ടൽ നമ്മൾ നിങ്ങൾക്ക് അറിയാം കാക്കനാടാണ് ഇൻഫോ പാർക്കിന്റെ ജസ്റ്റ് തൊട്ടപ്പുറത്താട്ടാണ്. നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി വിൻഡോന്റെ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾ ആക്ച്വലി എടുത്തേക്കുന്നത് ഒരു പ്രീമിയം റൂം എന്ന് പറഞ്ഞ റൂമാണ്. ആക്ച്വലി 3 കാറ്റഗറി റൂമുണ്ട്. ഡീലക്സ് റൂം ഫുള്ളായിരുന്നു, പ്രീമിയം റൂമുണ്ട്, പിന്നെ സ്യൂട്ട് റൂമുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒഫീഷ്യൽ അവരുടെ ആപ്പിൽ കൂടെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചിൽ തന്നെ കിട്ടി. അപ്പോൾ ഇത് 8th ഫ്ലോറാണ്. അപ്പോൾ 8th ഫ്ലോറിൽ നമുക്ക് ജസ്റ്റ് റൂം ഒന്ന് കാണാം. നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ വ്യൂ ഒന്ന് ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി കാക്കനാടിൻ്റെ ഓൾമോസ്റ്റ് ഫുള്ള് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒലീവിൻ്റെ ഹോട്ടൽ കാണാം, പിന്നെ ഒലീവിൻ്റെ ഫ്ലാറ്റ്സും സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് റൂം ടൂർ ഒന്ന് നടത്താൻ ചെറുതായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ എൻട്രി ഭാഗവും ആ സംഭവമൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വഴി നമുക്കിവിടെ ഒരു ശരിക്കും ഇത് ആക്ച്വലി ഒരു ബിസിനസ് ഹോട്ടൽ പോലെയാണ് ആക്ച്വലി ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നുണ്ടാണ്. ഹോട്ടൽ നമ്മൾ കയറി വരുമ്പോഴും അതേപോലെയൊക്കെയാണ് ശരിക്കും ബാക്കിയുള്ള ഹോട്ടൽ പോലെ. അപ്പോൾ നിങ്ങൾ ഹോട്ടൽ ഗോവയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരു ഡിഫറെൻറ്റ് എൻവറോൺമെൻറ്റ് പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോട്ടലിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താ സ്മോക്ക് ഫ്രീ റൂമാണ്. അപ്പോൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ വരുന്നൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ താലി എന്തോ 5000 രൂപ എന്നിട്ടൊരു താലി ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ. പിന്നെ നമുക്കൊരു ടേബിൾ, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഇല്ല പക്ഷേ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ ഇരിക്കുന്ന ഒരു സോഫയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സോഫ സംഭവം വന്നിട്ടുണ്ട്. ഒരു സോഫ പ്ലസ് ടേബിൾ, പിന്നെ ഒരു ലാമ്പ് സംഭവമൊക്കെ നിങ്ങളുടെ കാണാം. റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പക്ഷേ വലിയ സൈസൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ വലിയൊരു നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ 50 ഇഞ്ചിൻ്റെ ഒരു TV വെച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ടാറ്റ സ്കൈൻ്റെ കണക്ഷൻ ആണെന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിറ്റുകൾ വെച്ചിട്ടുണ്ട് 2 ബോട്ടിൽ. അത് നമ്മുടെ ഇതാണ് കേട്ടോ, എന്താ പറയുക, ഗ്ലാസ് ബോട്ടിലാണ്. നല്ല പരിപാടിയാണ്. പിന്നെ നമുക്കിവിടെ കെറ്റിൽ വെച്ചിട്ടുണ്ട്. കെറ്റിൽ നല്ല ക്ലീനാണ്. പിന്നെ നമുക്കിവിടെ അതിൻ്റെ കുറേ നെസ്കഫേ സംഭവം, ഷുഗർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലഗേജ് വെക്കാനുള്ളൊരു ഇത് ഭാഗമുണ്ട്. പിന്നെ ഒരു കിങ് സൈസ് ബെഡ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. സ്പ്രിങ് ആണുണ്ട് പക്ഷേ. പിന്നെ നമുക്കിവിടെ ഡിസൈനും സംഭവങ്ങളൊക്കെ കാണാം. ഇനി വരുന്നത് നമുക്കിവിടെ ഈ AC നമ്മുടെ അതിൽ ആക്ച്വലി സെൻട്രലൈസ്ഡ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ആക്ച്വലി കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ. അത് നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്ന ബാത്റൂം കാണാം. അതിന് മുമ്പ് ഇവിടെ ഒരു കബോർഡും ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇല്ലേ, ഇവിടെ ലൈറ്റ് ഇവിടെ നമുക്ക് ഇട്ടുണ്ട്. ഇവിടെ കബോർഡ് ഉണ്ട്. അതിൽ ആക്ച്വലി നമുക്ക് ഒരു മിനി നമ്മുടെ ലോക്കർ വന്നിട്ടുണ്ട്. മിനി ഫ്രിഡ്ജ് എനിക്ക് തോന്നുന്നു ആ ഏരിയയിലായിരിക്കുന്നുണ്ട്, നമ്മൾ കണ്ടില്ല കേട്ടോ. അത് കാണിക്കാം. ഇവിടെ നമുക്ക് ലോണ്ടറിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താ പറയുക കിറ്റ് അല്ല, നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലേതൊരു ഈ സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സേഫ് ലോക്കറുണ്ട്. നമുക്ക് ചപ്പൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഞങ്ങളുടെ ബാത്റൂമിലേക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം സെറ്റപ്പ് വരുന്നത്. ഫസ്റ്റ് തന്നെ എൻട്രി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ടോയ്ലറ്റ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ബാത്ത് ടബ് വരുന്ന റൂമാണ് കേട്ടോ. കണ്ടു. അപ്പോൾ നമുക്ക് വലിയൊരു ബാത്ത് ടബ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹോട്ടലിൽ അതുപോലെ തന്നെ ഷാമ്പൂ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ടവൽസും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കിറ്റുകൾ, ഷേവിങ് കിറ്റ്, ഇതൊക്കെ പേപ്പറിലാണ്, അത് കൊള്ളാം, പേപ്പറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ടിഷ്യൂ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോപ്പ് അല്ലാട്ടല്ല, നമുക്ക് ഈ ലിക്വിഡ് അവരുടെ ബോഡി ലോഷനും ഹാൻഡ് വാഷൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം ടൂർ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നോവോട്ടൽ കൊച്ചിയുടെ ഫ്രണ്ട് ഏരിയ. അപ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നമ്മുടെ കാക്കനാട് ജസ്റ്റ് മുമ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഹോട്ടൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ശരിക്കും ഒരു കയറ്റത്താണ് സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻട്രി കുറച്ച് ചെറുതായിട്ട് പോലെ തോന്നും. എന്ന് വെച്ചാൽ കാറൊക്കെ കയറ്റുമ്പോൾ കുറച്ച് ചെറുതായിട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നോർമൽ സൈസ് തന്നെയാണ്. പക്ഷേ നമുക്കത് ഇരിക്കണ ആ പൊസിഷൻ കാരണമായിട്ട് ചെറുതായിട്ട് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഏരിയ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫൗണ്ടൻസും അതുപോലത്തെ ഇങ്ങനെ കുറേ ഡിസൈൻസും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൈഡിലായിട്ടാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തത്. അപ്പോൾ ആ സൈഡിലാണ് കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഫൗണ്ടൻ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി കറക്റ്റായിട്ടൊരു ബിസിനസ് ഹോട്ടൽ, ഇവരുടെ ഫ്രണ്ട് ഓഫീസ് ആയിക്കോട്ടെ ബാക്കിയുള്ള ആയിക്കോട്ടെ എല്ലാം ഒരു ബിസിനസ് ഹോട്ടൽ സ്റ്റൈലിലാണ് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബിസിനസ് ഹോട്ടലിൽ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലെഷർ ഹോട്ടലിനെക്കാട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എന്തായാലും ഉറപ്പാണല്ലോ, നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ എല്ലാവരും ബിസിനസ് യൂസിനോ അല്ലെങ്കിൽ അവരുടെ
ജോലി പർപ്പസ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഹയാത്തും ഉണ്ട്. ഹയാത്തല്ല സോറി, നമ്മുടെ ഷെറാട്ടൺ ഉണ്ട്, മാരിറ്റ് ഗ്രൂപ്പിൻ്റെ. ഷെറാട്ടൺ നമ്മൾ നോക്കിയത്, ഷെറാട്ടൺ ഫുള്ളായിരുന്നു. അപ്പോൾ ഷെറാട്ടൺ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യായിരുന്നു. വെച്ചാൽ ഷെറാട്ടൺ കുറച്ചും കൂടി അടുത്താണ് ഇൻഫോ പാർക്കിൽ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇൻഫോ പാർക്കിലൊരു സംഭവം, നമുക്കൊരു ബിസിനസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടെ തന്നെ റൂം എടുത്തത്. നിങ്ങൾക്ക് അറിയാം, ഇത് ആക്ച്വലി ലോബിയാണ് കേട്ടോ, ഫ്രണ്ട് ഓഫീസാണ്. ഫ്രണ്ട് ഓഫീസിൽ നമുക്കിവിടെ ഫ്രണ്ട് ഓഫീസ് അത്യാവശ്യം ചെറുതാട്ടോ. നോർമലി നമ്മൾ ബാക്കിയുള്ള 5 സ്റ്റാർ ഹോട്ടലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നി. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ആയിക്കോട്ടെ എല്ലാം ഒരു ബിസിനസ് പർപ്പസ് ബിസിനസ് ഹോട്ടലിൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നുള്ളൂ നമുക്ക്. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോകാം. അവിടെയാണ് ലിഫ്റ്റ് വരിക. 8 ഫ്ലോർ ഉണ്ട് ഈ ഹോട്ടലിൽ. അതിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് ഒരു മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഈ സൈഡിലായിട്ട് ബാറും വരുന്നത് നിങ്ങൾക്ക് കാണാനായിരിക്കും. നമ്മുടെ റെസ്റ്റോറൻറ്റ് നല്ല വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അത് മോർണിംഗിൽ കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി ബുഫേ ഉണ്ട്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ആകെ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളൂ കേട്ടോ. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അത് ഞാൻ മോർണിംഗിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നോ സംഭവങ്ങളൊക്കെ ഞാൻ മോർണിംഗിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എന്താ പറയുക ടോയ്ലറ്റ് ഏരിയ, വാഷ്റൂം ഏരിയ ഒക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട്. അവിടെ വീൽ ചെയറിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ആക്ച്വലി ഇതിൽ നമ്മുടെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആക്ച്വലി നമ്മളിവിടെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 8 മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാത്തത് റെസ്റ്റോറൻറ്റ്. അത് ഞാൻ ആക്ച്വലി കാലത്ത് ആ സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി റൂമിൻ്റെ അവിടേക്ക് പോകണം. ഇത് ജസ്റ്റ് ഇനിയിപ്പോൾ റൂമിൻ്റെ അവിടെ വേറെ കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയയിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഒക്കെ പറയാൻ ആകെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി സൈഡ്. നിങ്ങൾക്ക് ആ കാണുന്ന ഗ്ലാസ്സിലാണ് എൻട്രി സൈഡ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ജ്യൂസ് ഐറ്റംസും ഫ്രൂട്ട് കട്ട്സും അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഐറ്റംസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു വൈറ്റ് തീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഹോട്ടലിൽ ഫുൾ ഒരു വൈറ്റ് തീമാണ്, വൈറ്റ് ക്രീം തീമാണ്. ഇവിടെ നമുക്ക് ചായ സംഭവങ്ങളൊക്കെ വരെ ലൈവായിട്ട് ഉണ്ടാക്കി തരും. ഇവിടെ നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇഡ്ഡലി സാമ്പാർ അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഭയങ്കര കുറേ അധികം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അധികമൊന്നുമില്ല. നോർമൽ ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് ഡിഷുകൾ തന്നെയുള്ളൂ. കുറച്ചല്ല, അത്യാവശ്യം ഒരു നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇപ്പം നേരത്തെ ഫസ്റ്റ് ടേബിളിൽ ഒരു 4 ഉണ്ടായിരുന്നു, അടുത്ത ടേബിളിൽ ഒരു 10 ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ടേബിളിൽ നമുക്ക് ഡെസേർട്ടായിട്ട് ഇതപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡെസേർട്ട്. അതങ്ങനെ ഒരു 4-5 ടേബിൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ലെഷർ ഹോട്ടലിൽ കാണുന്ന അത്ര ഇതില്ല. പിന്നെ നമുക്കിവിടെ സലാഡ് സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം സലാഡ് സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ചീസ്, ഈ 2-3 ചീസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഏരിയ, ബ്രെഡ് ജാം, സാൻഡ്വിച്ച് ഏരിയ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ കോഫി ഏരിയ ഉണ്ട്. പിന്നെ നമുക്കവിടെ കുറച്ച് പഫ്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒരു നോവോട്ടലിൻ്റെ ഓവർവ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.